സർപ്രൈസ് ക്യാൻസൽ ചെയ്യണോ? വേണ്ട അടി. Hi guys, welcome to Grand Hyatt Goa. I'm buzzing, let's drink up. You deaf look like big fun. Come on, let's get it on. Like that Marvin Gaye song. I'm stunning, you love it. Come on, give me something. I know that you want it. Come on, give me something. The night is young and so are we. So maybe you should leave with me. The night is young and so are we, baby. The night is young, so let's have some fun. Hi guys, ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാ ലേഡീസിനും ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആയ ഒരു വെബ്സൈറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അത് അണ്ടർ ഗാർമെന്റ്സിന്റെ വെബ്സൈറ്റ് ആണ്. അതിന്റെ പേരാണ് shyaway.com. അതെ പ്രിയ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്താല്. പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഐ പേഴ്സണലി വോണ്ട് ടു ഇങ്ങനത്തെ സൈറ്റ്സും ഈവൻ സാനിറ്ററി നാപ്കിൻസും അങ്ങനത്തെ ലേഡീസിന് കുറച്ച് പൊതുവെ ഒരു ഇൻഹിബിഷൻസ് ഉള്ളത് പക്ഷെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഭാഗ്യത്തിന് ഒരു നല്ല ബ്രാൻഡ് വരെ കിട്ടി. ഇപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പ്രിയമാണ്. കുറ്റങ്ങൾ കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കുറ്റമല്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് shyaway.com ഓർഡർ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള അണ്ടർഗാർമെന്റ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കൂടുതൽ ഓർഡർ ചെയ്തിരിക്കുന്നത് ബ്രാസ് ആണ്. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 199 ഓൺവേർഡ്സ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് കൂടുതലും ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ടീഷർട്ട് ബ്രാസ് ആണ്. ഇങ്ങനത്തെ കണ്ടോ, കൂടുതൽ ഫ്ലവർ പ്രിൻസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആണ് ഇങ്ങനത്തെ ബ്രാസ്. പിന്നെ ഭയങ്കര കംഫർട്ടബിളും ആണ്. ഇതിൽ വൈറ്റിൽ ഫ്ലവേഴ്സ് ഉള്ളത്. ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ 749 റുപ്പീസിൻ്റെ മേലെയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, ഈസി റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഉണ്ട്, COD ഉണ്ട്. ഇത് കണ്ടോ ഫ്ലവേഴ്സൊക്കെ. പിന്നെ ഒരു സാധനം കൂടെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഇത് ഷേപ്പ് വെയർ ആണ്. സാരിയുടെ അടിയിൽ നമ്മൾ അണ്ടർസ്കേർട്ട് ഇടുമല്ലോ, അതിന് പകരം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഷേപ്പായിരിക്കും നമ്മുടെ ഷേപ്പ്. എന്താ വെച്ചാൽ നമ്മുടെ അണ്ടർസ്കേർട്ട് സാധാരണ അണ്ടർസ്കേർട്ട് ആണെങ്കിൽ വീർത്തിരിക്കും സാരി ഉടുക്കുമ്പോൾ. പക്ഷേ ഇത് എടുക്കുകയാണെങ്കിൽ, ഇതിട്ടിട്ട് സാരി ഉടുക്കുകയാണെങ്കിൽ ഭയങ്കര ഷേപ്പ് ഒതുങ്ങിയിരിക്കും. ഇങ്ങനത്തെ ബ്രാസ് ഞാൻ ഓർഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡെയിലി വെയർ ബ്രാസ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് ഡിറ്റാച്ചബിൾ ബ്രാസ് ആണ്. ഇത് നമുക്കിങ്ങനെ സ്ട്രാപ്പ് ഊരിയിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്ട്രാപ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. പിന്നെ ബാക്ക് കവേർഡ് ആണ്. ഇത് കണ്ടോ, ബാക്ക് നല്ല തിക്കാണ്, കവേർഡ് ആണ് ആൻഡ് അഡ്ജസ്റ്റബിളും ആണ്. ഇത് അണ്ടർ വൈഡ് ബ്രാസും ആണ്. പിന്നെ ഇത് 89% നൈലോണും ബാക്കി സ്പാൻഡെക്സും ആണ്. പിന്നെ 1000 റുപ്പീസിന് മേലെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ YT100 കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 100 റുപ്പീസ് ഓഫും കിട്ടും. അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്ട്സിൻ്റെ ലിങ്കും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ വേഗം നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. അങ്ങനെ പ്രിയയുടെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നിങ്ങള്? ഞാനാണ് ഇവിടെ നേരത്തെ വിളിച്ചത്. ഇന്നെ കട്ടി ഭേദം ഞാൻ തന്നെ ചെയ്യുന്നത് കേട്ടാ. കട്ട് ചെയ്താണ് എടുത്തത് കേട്ടോ. പഠിച്ചു പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. അപ്പൊ എന്തായാലും ഐ ഫീൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ വെരി യൂസ്ഫുൾ വെബ്സൈറ്റ്. അപ്പൊ നിങ്ങൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് കൊണ്ട് എന്തായാലും നിങ്ങൾ shyaway, അതായത് നാണം മാറ്റാനാണ്, shyaway.com കൂടെ നിങ്ങൾ ഓർഡർ ചെയ്യാം. എന്നിട്ട് 1000 റുപ്പീസിന് മേലെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ YT100 കോഡ് ഉപയോഗിച്ചാൽ 100 റുപ്പീസ് ഓഫും കിട്ടും. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതാണ്. Hi guys, good morning. Welcome to our new vlog. Welcome to our last vlog from Goa and from this trip. വളരെ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻ ആയിരുന്നു. എന്തായാലും ലാസ്റ്റ് ഡേ ഒരു ഇനിയിപ്പോ സർപ്രൈസ് പറയാൻ വയ്യ. ഞാൻ പ്രിയനോട് പറഞ്ഞൊരു നല്ല സ്ഥലത്തേക്ക് പോവാന്ന്, ഡാഡിനോട് പറഞ്ഞു നല്ല സ്ഥലത്തേക്ക് പോവാന്ന്. എങ്ങോട്ടാന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ലാസ്റ്റ് ഡേ കുറച്ച് ഇൻഡൽജ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ പ്രിയക്ക് എന്തെങ്കിലും ഐഡിയ കാണുമല്ലേ? സർപ്രൈസ് ഒന്നും അല്ല, ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു സ്ഥലത്ത് സ്റ്റേ ആണ്, പക്ഷെ എവിടെയാന്ന് പറയുന്നില്ല. അപ്പൊ അതെന്തായാലും അവിടെ പോയിട്ട് കാണാം. സോ ഡാഡി പോവാലോ? ഓക്കെ. എന്താ എത്തി നോക്കുന്നു?
As usual surprise. അല്ലേ? എന്താ തിരിച്ചു പോടാ? വേണ്ട. വേണ്ട. സർപ്രൈസ് ക്യാൻസൽ ചെയ്യടാ? വേണ്ട. ഏടാടി? സർപ്രൈസ് ആയി. അത് കുറച്ചുകൂടെ കാണിക്ക്. എനിക്ക് ഊഹിക്കാലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ എല്ലാ പ്രാവശ്യവും സർപ്രൈസ്. അതുകൊണ്ട് ഞാനും പിന്നെ സർപ്രൈസ് പറയാതെ ഇരുന്നാട്ടാ. അപ്പൊ വെൽക്കം ടു ഗ്രാൻഡ് ഹയാത്ത് ഗോവ. എങ്ങനെയുണ്ട് പ്രിയ പ്രോപ്പർട്ടി? കേറുന്നേ ഉള്ളൂ. ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന്റെ അകത്ത് കസിനോ ഉണ്ട് കേട്ടാ. ആ ഭയങ്കര പ്രോപ്പർട്ടിയാണ്. ഇന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാൻഡ് ഹയാത്ത്സ് ആണ്. ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് കേറുമ്പോ തന്നെ? എന്ത് ഹ്യൂജ് അല്ലേ? അതെ, കുറച്ച് തിരക്ക്, ഭയങ്കര ഫുള്ളാ പ്രോപ്പർട്ടി. ദേ കസേരയൊക്കെ നോക്ക്, ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ അല്ലേ? ട്രഡീഷണൽ ആയിട്ട്. ലോബിന്ന് കയറി വരുന്ന ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ്. ഇതൊരു മെയിൻ ഏരിയ ആണ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ ബാങ്ക്വറ്റ് ഹാൾസും ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്. അടിയിൽ കണ്ട ഒരു പൂൾ, സ്വിമ്മിംഗ് പൂൾ അല്ല, പക്ഷേ ചാടിയൊക്കെ കൊള്ളാമെന്നുണ്ട്. അടിപൊളി ഒരു ഏരിയ ആണ്. എന്ത് ഹ്യൂജാന്ന് നോക്കി. ബാ, എങ്ങനെയുണ്ട് അടി? അടിപൊളി അല്ലേ? ആ ബാ. എത്ര ഏക്കറായി പ്രോപ്പർട്ടി? 18 അല്ലേ? മോർ ദാൻ 18 ഏക്കേഴ്സ് അവറിയാ. മലയാളി സ്റ്റാഫ്. ആ കോട്ടയംകാരിയാണ് സരിത. അപ്പൊ 6 months. അത് ഈ പ്രോപ്പർട്ടി കണ്ടേലേ കുറെ കൺഫ്യൂഷൻസ് തോന്നും. ഈ ഹയാത്ത് ഉണ്ടല്ലോ, സാധാരണ ബാക്കിയുള്ള ഹയാത്തിന്റെ മാതിരി കുറച്ച് ഡിഫറെന്റ് അല്ലേ? ഒരു റിസോർട്ട് ഫീലിംഗ് ആണ്, ഹോട്ടൽ ഫീലിംഗ് അല്ല, പ്രോപ്പർ റിസോർട്ടാണ്. എനിക്കൊരു ബാലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേറൊരു സ്ഥലത്തേക്ക് പോയ ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കണ്ട, ശരിക്കും ഒരു വേറെ ലോകത്തല്ലേ, ടോട്ടലി ഐസൊലേറ്റഡ് ഫ്രം ഗോവ എന്നുള്ള ഫീലിംഗ് ആണ്. ഫുൾ ഗ്രീനറി ആണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ആൻഡ് 3 റെസ്റ്റോറൻറ്റ്സ്, 2 ബാറ്, ഒരു കോഫി ഷോപ്പ്, 24/7 റൂം സർവീസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊന്നും ഓപ്പറേഷനല്ല. അപ്പോൾ നോക്കട്ടെ, നമ്മളിപ്പോൾ വന്നൊന്ന് റൂം ടൂറൊക്കെ ചെയ്ത് ബാക്കിയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഏതാ നല്ല റെസ്റ്റോറൻറ്റ് ഒക്കെ നോക്കി അവിടെ എന്തെങ്കിലുമൊക്കെ മീൽസ് കാണിച്ചു തരാം. ആൻഡ് ഇനിയപ്പോൾ റൂം നോക്കട്ടെ. ഡാഡി, ഇത്രയും ചെടികളുള്ള റിസോർട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഫോറസ്റ്റ് പോലെ തന്നെ ഇല്ലേ? കുറച്ച് ധർമ്മശാലയുടെ കട്ടുണ്ട്, പിന്നെ കുറച്ച് ഇന്തോനേഷ്യൻ. അതാ ഞാനും പറഞ്ഞ ബാലിയുടെ ഒരു ഫീലിംഗ് ഇല്ലേ, നമ്മൾ പോയിട്ടില്ലെങ്കിലും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട്. അതെ. ആൻഡ് ഈവൻ ആ കൺസ്ട്രക്ഷനും ഒരു ഓൾഡ് പോർച്ചുഗീസ് ഇന്ത്യൻ ഗോവൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ ബിൽഡിങ്സ് ഒക്കെ. ബീച്ചുണ്ട് ഇവിടെ? ബേയാ, ഓക്കെ. പക്ഷെ ബീച്ചിൽ നമുക്ക് അപ്പുറത്തൂടെ, ഐ മീൻ ഇവിടെ ഉണ്ടോ? ഓക്കെ. അത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് 7 ആണ്. ഞങ്ങൾ കുറേ നടന്നു വന്നു, അതൊക്കെ കാണിച്ചു തരാം. അതിന് റൂം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. അടിപൊളിയല്ലേ? ഫുൾ കാണിക്കണ്ടേ നടന്ന്? അത്രയും ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ആ വേദൂന് സ്വിമ്മിങ്ങിന് പോകണമെന്ന്. അപ്പോൾ വേഗം പോയി റൂം ആദ്യമേ കാണിച്ചിട്ട് ബാക്കിയൊക്കെ കറങ്ങാം. റൂം കാണാനാണ് പ്രീക്കിൻ്റെ അടിക്കൊക്കെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ കാണിക്കാനുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ റൂം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ആൻഡ് ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മൈ ഗോഡ്, ഇതിനൊക്കെ നമുക്ക് എത്ര പൈസ ചിലവാക്കിയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. റൂം റെൻ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മേ ബി 20,000 സംതിങ് ആണ് വരുന്നത്. പക്ഷേ നമുക്ക് HDC മെമ്പേഴ്സ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ആൻഡ് ഇനി പ്രിയാസ് റൂം ടൂർ. ഇതിന് ശരിക്കും ഒരു സന്തോഷം കാണും പ്രിയയുടെ മുഖത്ത്. നമ്മുടെ റൂം നമ്പർ 7111. Hi guys, welcome to Grand Hyatt Goa. I am super excited to show you the room and this place is amazing. ഇത് ഒരു എന്താ പറയാ, ഒരു വേറെ ലോകം. അതെ, അത് കാണിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഫുൾ വീഡിയോ കാണുക, കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം, എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. ആക്ച്വലി നോക്ക് ചെയ്തില്ലേ, ഞാൻ ലൈറ്റ് ഇല്ലായിരുന്നു, ലൈറ്റ് ഇല്ലല്ലോ എന്ന് തുറന്നപ്പോ അത് ക്ലിക്കായി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഇല്ലേ, അതൊക്കെ ഞാൻ മറന്നു ഇത് സ്ഥലം കണ്ടുകഴിഞ്ഞപ്പോ. വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഓക്കെ, സോ ആദ്യം ഇത് കാണിക്കണോ അവിടെ കാണിക്കണോ? കാണിച്ചു തരാം. സോ ദിസ് ഈസ് our bathroom. ഞാൻ അപ്പുറത്തൂടെ ഇവിടെ ഉണ്ടല്ലേ?
അത് ഇതൊക്കെ മിറേഴ്സ് ആണ്, പക്ഷെ ഹ്യൂമിഡിറ്റി കാരണം ഇങ്ങനെ ഇരിക്കുക. അത് പറയരുതായിരുന്നു. ഇത് എന്താന്ന് അവിടെ ഗസ് ചെയ്യാൻ പറയാറുണ്ട്. മിറർ ആണ്, പക്ഷെ ഫുൾ ഹ്യൂമിഡിറ്റി കാരണം ഉണ്ടായി. അപ്പൊ വലിയ മിററുണ്ട്. ഇത് കണ്ടിട്ടില്ല. Just see the bathroom ബാക്കിലുള്ള മതിലിന്റെ ടെക്സ്ചർ ഒക്കെ. അവര് ഇത് 10 വർഷമായി. 10 വർഷം ആയിട്ടുള്ളൂ, പക്ഷെ ദിസ് ലുക്സ് ലൈക്ക് വെരി ഓൾഡ് കൺസ്ട്രക്ഷൻ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. എവറിത്തിങ് ഇസ് മാർബിൾ ഫിനിഷ്ഡ്. ഫ്ലോറിംഗ് ഒക്കെ. ഇതൊരു ടോയ്ലറ്റ് ആണ്, സെപ്പറേറ്റ് ടോയ്ലറ്റ്. ഇവിടെ ഇരുന്ന് ബുളോഡ്ര ചെയ്യാൻ പ്രിയക്ക്. നല്ലൊരു ബാത്റൂം ഉണ്ട്. ഇതൊക്കെ നോക്ക്. എന്താണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇവര് കോക്കനട്ട് ആണ് ഇവരുടെ ഒരു തീം. അപ്പൊ നമുക്ക് വരുമ്പോ ഒരു കോക്കനട്ട് ഡ്രിങ്ക് ഒക്കെയാണ് വെൽക്കം തന്നത്. ബ്യൂട്ടിഫുൾ. ആൻഡ് ഹയാത്തിന്റെ കോസ്മെറ്റിക്സ് ഓൾസോ റിയലി ഗൈഡ്. ഐ മീൻ ടോയ്ലറ്ററീസ് ഇറ്റ്സ് റിയലി ഗുഡ്. ആ തീം എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഇസ് ദർ. സ്റ്റോറേജ്. ഇറ്റ്സ് എ 520 സ്ക്വയർ ഫീറ്റ് റൂം ആണ്. നമ്മുടെ ബേ വ്യൂ റൂം ആണ്. ഇഷ്ടംമാതിരി ഉണ്ട് പ്രിയ. ഹയാത്ത് പിന്നെ ഇതുണ്ട്, വെള്ളം ബാത്റൂമിലും വെച്ചിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്ററീസും വെച്ചിരിക്കുന്നത് കണ്ട ഒരു വുഡൻ ബോക്സിലൊക്കെയാണ്. ഒരു ഫ്ലവർ, ഫ്രഷ് ഫ്ലവർ ഒക്കെ വെക്കും അവര്. ഇതൊക്കെയാണ് അല്ലേ ഒരു ലക്ഷറി അല്ലെങ്കിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ എന്തൊക്കെയോ. കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ തുറക്കണ്ട, സമയമില്ല. ഓ ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ടി അയൺ ബോക്സും എല്ലാം ഉണ്ട്. Oh, the thing is, you can open the door in both sides. That's a door. ഓ സെയിം ആണ്. അത് കൊള്ളാലോ, ഞാൻ നോക്കട്ടെ. ഹലോ. ഇനി yes, welcome to our bedroom. What like the bed today sleep no. It's very comfortable, very comfy bed. I like this and also. ഇത് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഓവറോൾ ഒരു അബ്സല്യൂട്ട്ലി റിലാക്സിംഗ് ആംബിയൻസ് ആണ്. ഒരു ബിസിനസ് സ്ഥലോ അങ്ങനത്തെ ഒന്നുമല്ല. ബീച്ചിന്റെയും കൂടെ സൈഡ് ആയതുകൊണ്ട് അതല്ല, ഇവന്റെ ലൈറ്റിംഗ്സ് ആൻഡ് ഓൾ നോ ഇറ്റ്സ് ലൈക്ക് വെരി കാമിങ്. ഇതൊക്കെ കണ്ടു, ഒരു ബ്ലൂ വയലറ്റ് ഷെയ്ഡ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പെയിന്റിംഗ്സ് ആർ ദേർ ഫോർ കം. ബ്യൂട്ടിഫുൾ വർക്ക് ഡെസ്ക്. യാ ടെക്സ്ചർ വെച്ച് അവർ ഒരുപാട് പ്ലേ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ വേറെ ഒരു സ്ഥലം. We don't even have time to switch. ഇതെന്താ നിങ്ങൾ ഗസ് ചെയ്യൂ. What is this? What is this? ഭയങ്കര വലിയ മിറർ. ഇനി നമ്മുടെ മെയിൻ ഏരിയ. ഓ മഴ. Oh my god. But rain is perfect for us. Yeah. Wow, just look at this. എങ്ങനെയുണ്ട് ഡാഡി? Very good. See the view. Welcome rain. Welcome rain. അല്ല പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? ഭയങ്കര fantastic property. അല്ലേ? Very excellent and very huge. ഹ്യൂജ്. പൈസ കൊടുക്കുന്ന പോകത്തല്ലേ? Yes, both. അതെ. ഇനി ഇതേ ഡാഡിക്കൊക്കെ വേദനൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. 2 ഈസി ചെയർസ് ഉണ്ട്. ആൻഡ് the main thing guys, ഇതിനെ കാട്ടി ഭംഗി വേറെ എന്ത് വേണം? നമ്മുടെ റൂമിൽ ചാരി ഇരുന്ന് മഴ പെയ്തോണ്ട് ആ ഒരു കടല് കാണാൻ പറ്റുന്നത്. It is absolutely beautiful and 18 acres lawn ആണ് and it is so beautiful and extremely well maintained. Daddy, very good. അല്ല ലോണേ മെയിൻറ്റെയിൻ ചെയ്ത് സമ്മതിക്കണ്ടേ? ലോൺ കംപ്ലീറ്റ് ഏരിയ ലോണാണ്. അതെ. പിന്നെ ഇവിടുത്തെ ഒരു വേൾഡിൽ ചിലപ്പോൾ വേറെ എവിടെയും കാണില്ല. നിങ്ങൾ ആ കാണുന്ന പച്ച ബിൽഡിംഗ് എന്താന്ന് ഗസ് ചെയ്യാം. മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അത് ഇവിടുത്തെ ഒരു ഐക്കൺ ആണ്. ഗസ് ചെയ്യും നിങ്ങളെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം. അല്ലാതെ ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. അറിയാൻ പറ്റും, നോക്കാം. അപ്പൊ ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്. ഫാനും ഉണ്ട്. ഫാനിന്റെ ഒക്കെ ഭംഗിയുണ്ടോ? ഫാനൊക്കെ പോലെ കട്ടൻ കാപ്പിയും പരിപ്പോടയും. ഓ പഴംപുരിയാ? പഴംപൊരിയേക്കാളും പരിപ്പോടയും കട്ടൻ കാപ്പിയാണ് കോമ്പിനേഷൻ. ആപ്പിൾ ജ്യൂസ് വേണ്ടേ ഇവിടെ? ഓക്കെ. അപ്പൊ ഇനി നമുക്കൊന്ന് മഴ കുറഞ്ഞാലേ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് മഴ കുറയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഡാഡി മരമൊക്കെ നോക്ക് ഡാഡി, എത്ര പഴക്കം കാണും ഈ മരം.
എന്തായാലും 100-200 ഇയേഴ്സ് കാണുന്നത് കണ്ടിട്ട് തന്നെ തോന്നുന്നത്. അത് നമ്മൾ ഡിന്നർ ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു. ലഞ്ച് നമുക്ക് ഇവിടെ അടുത്തൊരു ബാംബോലും എന്ന് പറഞ്ഞ ബീച്ചിൻ്റെ അടുത്താണ്. അവിടെ ഏതെങ്കിലും ഷാക്ക് കാണും. ആ ബീച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ പോകണം. ചിലപ്പോൾ മഴ പെയ്യും. ഇപ്പം മഴ നിന്നതുകൊണ്ട് നമ്മൾ വേഗം അവിടെ ലഞ്ച് കഴിച്ചിട്ട് ബാക്കി ഫുൾ ഡേ ഇവിടെ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. മൈ ഗോഡ്, ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ തന്നെ അല്ലേ? ഈ കാട് മൊത്തം ഫോറസ്റ്റാ പറയാ. ആ അത് തന്നെ. അയാൾക്ക് അടുത്ത് തന്നെ ഞാൻ ഈ റിസോർട്ടിന്റെ ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്താ കാരണം ഞാൻ കാണിച്ചു തരാം. ഇതൊരു നല്ല റിസോർട്ടാണ്. ഇത് ബാംബൂലിം ബീച്ച് റിസോർട്ട് എന്ന റിസോർട്ടാണ്. ഇതും ഭയങ്കര ഒരു ടോട്ടൽ ശരിക്കും ഒരു ബാലി ഫീൽ തന്നെയാണ്. നിങ്ങൾ സൗണ്ട് ഇഗ്നോർ ചെയ്യുക, കാരണം ഏത് വെറുതെ ഓരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ശരിക്കും ഒരു ബാലി ഫീലാണ്. വെരി ചിൽഡ് ഔട്ട്. ഒരുപാട് ഗ്രീനറി ഉള്ള ഒരു ഏരിയ എന്ന് തോന്നുന്നു ഈ ബാംബോലിം എന്ന് പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ. അവിടെ ടോട്ടോയ്സിന്റെ വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. കണ്ട വേദു? ബ്ലൂ വെള്ളം. ആ ടോട്ടോയ്സ് കണ്ട, 2 ടോട്ടോയ്സ്. അതെ, എങ്ങനെയുണ്ട് സ്ഥലം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ രാത്രി കഴിക്കാൻ ഹയാത്ത് ഇവിടെ വന്ന് ഇന്നും കൂടെ അല്ലേ പറ്റുള്ളൂ. അയ്യാ അതെ, ഹയാത്തിലെ ഫുഡ് നോക്കട്ടെ. ജസ്റ്റ് സീ ദിസ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ വലിയ ചെടിയാണ്. കോഫി അവിടെ പോയി കുടിക്കാം. ആ ബാൽക്കണിയിലിരുന്ന്. ബാൽക്കണി, നമ്മുടെ ബാൽക്കണിയിൽ നല്ല വ്യൂ അല്ലേ? ആ ഇരിക്കാം. എങ്ങനെയുണ്ട് ഡാഡി? ഇന്നലെ വന്ന സ്ഥലത്തിന്റെ ഏകദേശം ഒരു ഫീൽ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു റിസോർട്ടിന്റെ ഒരു ഫീലിംഗ് അല്ലേ? ബാലി പോലെ ഇല്ലേ? ഭയങ്കര തരാം. ഞാൻ നോക്കട്ടെ നിങ്ങൾ എത്ര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒബ്സർവ് ചെയ്യാറുണ്ടെന്ന്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒബ്സർവ് ചെയ്തോ? എന്താ? ഞാനും നോക്കും. ഡാഡി ശ്രദ്ധിച്ചാ? ഞാൻ അത് ശ്രദ്ധിച്ചു. ഈ മരവും ശ്രദ്ധിച്ചു. ഇവിടെ ഈ ഷെൽസ് ഒക്കെ വെച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ഷെൽസ് ആണ്. ഇതൊക്കെ ശരിക്കും ഒരു നമ്മുടെ മനസ്സിന് കൂടുതലൊരു സന്തോഷം തരുന്ന ഒരു സാധനങ്ങളാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ ഇൻ ദി ഓഷ്യൻ ആൻഡ് ദി സൗണ്ട് ഓഫ് ദി വേവ്സ്. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഫീൽസ് സോ ഗുഡ് ഓവർ ഹിയർ. പ്രിയ, ഞാൻ വേറൊരു കിടിലൻ കാര്യം ശ്രദ്ധിച്ചു. എന്താന്ന് പറയട്ടെ, ഈ ലൈറ്റിന് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ മുകളിൽ കാണുന്ന ലയം ഷെയ്ഡ്സിന്? അല്ല, അതും ഇവിടുത്തെ വെഹിക്കിൾസ് യൂണിഫോം സെയിം പാറ്റേൺ ആണ്. നോക്ക്, കളർ സ്കീം മാത്രമുള്ള വ്യത്യാസം. അതെ കണ്ട, അതാണ്. അത്രയും ഡീറ്റെയിലിംഗ് വേണം. ലൈഫ് ഇസ് ഓൾ അബൌട്ട് സ്മോൾ ഡീറ്റെയിൽസ്. കറക്റ്റ് ആണല്ലോ. നോക്ക്, കണ്ട, ഇതും ഇവരുടെ യൂണിഫോമും കണ്ട, ഭയങ്കര സിമിലാരിറ്റി അല്ലേ? അല്ലേ? ആ അത് തന്നെ. താങ്ക് യു. വേദുവിന്റെ വന്നു. വേദു. ഇത് ചിക്കൻ കെഫ്രിയൽ ഗോവൻ ഫുഡാണ്. ഇത് പോക്ക് വിന്താലു. അതിൻ്റെ കൂടെ അവർ കുറച്ച് സോഫ്റ്റ് ബ്രെഡ്സ് തന്നിട്ടുണ്ട്. ഞാൻ പോക്കായിരിക്കും. I love pork vindaloo and Goa is the main place for pork vindaloo. Looks so delicious. The Priyada chicken. നോക്കട്ടെ. ബ്രെഡ്, ഐ ലവ് ബ്രെഡ് ഓൾസോ. എനിക്ക് ബ്രെഡും ഇങ്ങനത്തെ പോക്കിൻ്റെ ഗ്രേവിയും ഭയങ്കര ഇഷ്ടമാണ്. ആ കളർ തന്നെ കണ്ട. ഓ, നല്ല നല്ല ബിഗ് പീസസ് ഓഫ് പോക്കാണ്. ഫാറ്റ് ഇല്ല ഡാഡി ഇവിടുത്തെ പോക്കിന്. എന്താ അങ്ങനെ? ഇവിടുത്തെ എല്ലാം ലീൻ മീറ്റ്സ് ആണ്. എനിക്ക് ഫാറ്റ് ഉള്ളതാണ് ഇഷ്ടം. പക്ഷെ നോക്കട്ടെ, ആ കളറ് റെഡ് കറിയാണ്. എന്താ ബിന്ദാലിൻ്റെ സ്പെഷ്യാലിറ്റി അതാ. നല്ല വിനേഗറി ടേസ്റ്റ് ആയിരിക്കും. നല്ല ചില്ലി പേസ്റ്റ് അരച്ച പോലെ ആയിരിക്കും. സോ ഡെലിഷ്യസ്. നൈസ് സോഫ്റ്റ് ചങ്ക്സ് ഓഫ് പോർക്ക് മീറ്റ്. ലവ്ലി. ആൻഡ് ദ ആംബിയൻസ്. ഓ, ഇറ്റ്സ് സോ നൈസ്, സോ നൈസ്. ഈ പ്രിയയുടെ ഈ ഗോവൻ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചിക്കൻ ഇസ് ഗുഡ്, സോഫ്റ്റ്, വെൽ കുക്ക്. എപ്പോഴും ഞാൻ പിങ്ക് ആണോ നോക്കും ചിക്കൻ്റെ അകം. ഇപ്പോൾ ഫുഡ് ഡബിൾ ചെക്ക് ചെയ്തിട്ട് കഴിക്കാറുള്ളൂ. നൈസ്. ഒരു പൊതീനൊക്കെ ഇട്ട് ഒരു ഇൻറ്റൻസ് ഹേർബി ഫ്ലേവറാണ്. ഒരു സ്പിനച്ച് ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ബ്രെഡ് നല്ല ബ്രെഡ് അല്ലേ? വെരി നൈസ്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. വേഗം കുറേ കാണിക്കണം, കാരണം മഴ പെയ്യും. അതിനുമുമ്പ് കുറേ കാര്യങ്ങൾ കാണിക്കാണ്ട്, പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്പീഡായി കാണിക്കുക. കാരണം 28 ഏക്കറാണ്. മൈ കറക്ഷൻ, 28 acres ആണ് ഈ പ്രോപ്പർട്ടി. 28 ഏക്കർ ഡാഡി. എന്താണ് അതും ബീച്ച് സൈഡ്. അതെ, കാസിനോ ഉണ്ട്. ഹയാത്തിൻ്റെ അല്ല, പക്ഷെ വേണമെങ്കിൽ പൈസ കൊണ്ടുപോയി നമുക്ക് കളയാം. ഡാഡി കളയാൻ താല്പര്യമുണ്ടോ?
ഡാഡിയുടെ കാർഡ് തന്നാൽ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കളയാം. എനിക്ക് എത്ര കാശുണ്ടെങ്കിലും ഞാൻ കളിക്കില്ല. ഇല്ല, അത് നല്ലതാണ്. പിന്നെ കാസിനോന് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നേരെ സ്പായിലേക്ക് പോവാം. സ്പാ ഉണ്ട് അവിടെ. സ്പാന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നമ്മൾ സ്പാ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അവർ നമ്മളെ കൊണ്ടൊരു വിളക്ക് കത്തിപ്പിക്കുന്നു. സോ ദാറ്റ് ഓൾ പോസിറ്റീവ് തോട്ട്സ് ആൻഡ് എനർജി ഒക്കെ വരാൻ വേണ്ടി ദേ കൺസിഡർ ഇറ്റ് മോർ ആസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. നമുക്കിപ്പം അകത്ത് പെർമിഷൻ ഇല്ല ഷൂട്ട് ചെയ്യാനായിട്ട്, പക്ഷേ ഇവിടുത്തെ സ്പാ ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് റേറ്റഡ് സ്പാസ് ഇൻ ഗോവ. ഓക്കെ, ബാക്കി നടന്ന് കാണിക്കാം. ഡാഡി ഒന്ന് കയറി കുറച്ച് കളിച്ചിട്ട് വാ ഡാഡി. കണ്ട എന്റെ പേര് കണ്ട ബൈ ബിഗ് ഡാഡി എന്ന്. ബിഗ് ഡാഡി എന്ന് പറയാ കസിനോന്റെ പേര്. ഇത് അഡൾട്ട് പൂള്, ബട്ട് ജസ്റ്റ് സീ ഹൗ ബിഗ് ഇറ്റ് ഇസ്, ഹൗ ഹ്യൂജ് ഇറ്റ് ഇസ്. ലുക്സ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. അധികം ആരുമില്ല. അതല്ലാതെ ഏറ്റവും അറ്റത്ത് നമുക്കൊരു സ്പെഷ്യൽ വെള്ളത്തിന്റെ ഇടയ്ക്ക് ഒരു താജ്മഹലൊക്കെ പോലെ ഇരിക്കുന്നുണ്ടാ. അടിപൊളി. വേഗം ബാക്കി ഷൂട്ട്. ബ്യൂട്ടിഫുൾ, ഫുൾ സറൗണ്ടഡ് ബൈ ട്രീസ്. ഒരു പോർച്ചുഗീസ് 17th century പോർച്ചുഗീസ് ആർക്കിടെക്ചറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്ലേസ് ഇസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ബീച്ച് ഏരിയ അതും കൂടെ കാണിച്ചിട്ട് വേഗം റൂമിൽ പോയിരുന്നതിന് മുമ്പ് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സ് മാറി പൂളിൽ ഇറങ്ങാൻ. പൂൾ ജസ്റ്റ് സീ ദിസ്, മൈ ഗോഡ്. ആ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നോക്ക്. സച്ച് എൻ അമേസിങ് പ്ലേസ്. വേറെ ഒന്നും പറയാനില്ല. വീണ്ടും അത് തന്നെ പറയുള്ളൂ. ഇത് ഇവിടെ ഉണ്ട് പ്രിയ വേറെ പൂള്. ഓ, ഇതൊരു ലോഞ്ച് പൂള് പോലെയാ. എത്ര പൂള് ഇത്. യാ, ഭയങ്കര ബ്യൂട്ടിഫുൾ. യാ, ഓ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രിയ. ഇവിടെ ഇറങ്ങിയാലോ? ഞാനും വേദും ഇവിടെ ഇറങ്ങിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഗസ് ചെയ്യോ ഇല്ലയോ എന്ന്. നിങ്ങളെ ഗസ് ചെയ്യത്തില്ല. എന്നാലും ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അതാണ് എനിക്ക് പ്രോപ്പർട്ടീനോട് ഇത്ര ഒരു സ്പെഷ്യൽ ബഹുമാനം തോന്നുന്നു. ലോണൊക്കെ കണ്ട സോ വെൽ മെയിൻറ്റെയിൻഡ്. ഇവിടെ വോളിബോൾ കളിക്കാം. പിന്നെ അങ്ങ് അറ്റത്ത് കണ്ട അവിടെ കുറേ ഒരു കിഡ്സ് ജംഗിൾ പോലെയൊക്കെ ഉണ്ട്. മറ്റേ സിപ്പ് ലൈനും പിന്നെ അങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആണ്. പക്ഷെ അതൊക്കെ പെയ്ഡാണ്. ആൻഡ് ഇപ്പോൾ അതൊന്നും ഫങ്ഷനിങ്ങും അല്ല. സോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വാസ് എ ഓൾഡ് ചാപ്പലായിരുന്നു. പക്ഷെ അവരിപ്പോഴും അത് പൊളിക്കാതെ അവർ ചേർച്ച് അവിടെ കണ്ട അവിടെ നിങ്ങൾക്ക് അറ്റത്ത് കാണാം. ഞാൻ ഒന്ന് ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. പണ്ടത്തെ ചാപ്പലായിരുന്നു. പക്ഷേ അവർ ഈ പ്രോപ്പർട്ടി പണിതപ്പോൾ ഇത് പൊട്ടിക്കാതെ ഇത് നാച്ചുറലായിട്ട് എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ വെച്ചിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. സോ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദാറ്റ്. ഇത് ശരിക്കും ഒരു ഐക്കോണിക് സ്ഥലമാണ്. വെരി നൈസ്. നോ കണ്ട, ഇറ്റ്സ് എ 17th century ചാപ്പൽ. ഈ ഒരു ചാപ്പൽ ബെല്ലാണ്. ഈ ബെല്ലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നറിയോ? പണ്ടൊക്കെ കൊറോണയ്ക്ക് മുമ്പ് അവർ 5 മണിയാകുമ്പോൾ ഈ ബെല്ലടിക്കും. അടിക്കുമ്പോൾ ആൾക്കാരെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഇവിടെ വന്നിട്ട് എപ്പോഴും നിങ്ങൾ ജോലി ചെയ്യുമോ ടി വിയുടെ മുമ്പിൽ ഇരിക്കരുത്, ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യുക. സോ സൺസെറ്റ് ടൈമിന് മുമ്പ് ഇവർ അടിക്കുന്നത് ആൾക്കാരെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു റിമൈൻഡർ. കൊറോണയ്ക്ക് മുമ്പ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. സോ പീപ്പിൾ വിൽ ജസ്റ്റ് കം ആൻഡ് എൻജോയ് ഓൾ ദിസ്, നോട്ട് ജസ്റ്റ് സിറ്റ് ഇൻസൈഡ് എ റൂം ഓർ യുനോ ടി വി കണ്ടുകൊണ്ട്. ബെല്ലാണെന്ന് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവർ ചാപ്പൽ ബെല്ലെന്ന്. ആൻഡ് ഇവിടെ നിന്നുള്ള സംഭവം നമുക്ക് അവിടെയൊക്കെ കിടന്നുകൊണ്ട് നേരെ ബീച്ചിലേക്കാണ്. ബേ വ്യൂ എന്നാണ് പറയുന്നത്, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ ബീച്ച് പോലെയാണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. പ്രൈവറ്റ് ബീച്ച് എൻട്രൻസ് ഉണ്ട്. അവിടെ നമുക്ക് നേരെ ബീച്ചിലേക്ക് കയറാം. ഇതിൻ്റെ അപ്പുറം ഒരു റിലാക്സേഷൻ ഇഫ് യു ആർ എ ബീച്ച് ലവർ ഐ ഡോണ്ട് തിങ്ക് യു വിൽ എവർ ഗെറ്റ്. Yeah, one of the best properties in Goa, and I feel one of the best Grand Hyats in India, maybe even one of the world ആയിരിക്കും. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. പാടാ. ഒരു ദിവസം പോരെ, ഞങ്ങളിവിടെ ഒരു ദിവസം ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞാൽ കാണിക്കണ്ട. അങ്ങ് അറ്റത്തം കണ്ട് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അവിടെ വരെ നടന്നു വരുമ്പോഴേക്ക് 1 മണിക്കൂറാവും. പൂൾ അടയ്ക്കും. ഇവിടെ 2 പൂളുണ്ട്, ഇൻഡോർ ഉണ്ട് ഔട്ട്ഡോർ ഉണ്ട്. പറ്റുമെങ്കിൽ 2 കാണിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഔട്ട്ഡോർ പൂളിൽ ഇറങ്ങാൻ കൊതിയായിട്ട് വയ്യ. അതുകൊണ്ട് ഞാനും വേദും വേഗം റൂമിലേക്ക് പോവാണ്. റെഡി ആയിട്ട് വരും. പ്രിയ ഇറങ്ങുന്നില്ലല്ലോ. ഗൈസ്, ഞാനും വേദും അങ്ങനെ റെഡിയായി പൂളിൽ ഇറങ്ങാൻ പോവാണ്. ഐ കാൻ ബിലീവ് ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഇസ്. വാട്ട് money and time well spent. This is so stunning. Jacuzzi, kids pool, absolutely highly recommended as a family destination. It is outstanding. Foodum good, I can't wait to try tonight. Vedu ready? Yes. Priya, bye. appo ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഒരു സ്പോട്ട് ആവും പ്രിയ. ബി എ സ്പോട്ട്. I want to enjoy the beach. Okay, എല്ലാവർക്കും അതാണ്. ഇവിടെ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട്.
അല്ലേ? കുറച്ചു നേരം ലൗഞ്ച് ഇവിടെ കിടന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി. ഞങ്ങൾ അപ്പോഴേക്കും ചാടട്ടെ. ഡാഡി കിടക്ക്, ഡാഡി കുറച്ചു നേരം. എങ്ങനെയുണ്ട്? പ്രിയ, കണ്ടെത്തൊന്നും ഐസ് വെള്ളമാണ്. ഇത് ജസ്റ്റ് കൂൾ വാട്ടർ, ഇറ്റ്സ് നോട്ട് കോൾഡ്. കോവിഡ് അഡ്വാൻറ്റേജ് ആയി, ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട്, ബീച്ച് സൈഡ് ആയതുകൊണ്ട് വാട്ടർ ഇസ് അമേസിങ്. ഇറ്റ് ഇസ് സോ ഗുഡ് പ്രിയ, ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഐ തിങ്ക് ആ ഒരു ആ ഷിപ്പിന്റെ നമുക്ക് ഷിപ്പില് പൂളിൽ ഇറങ്ങാൻ പറ്റാത്തതിന്റെ ഹാങ് ഓവർ. എത്ര സാധനങ്ങൾ എടുത്ത പൂളിൽ ഇറങ്ങാനായിട്ട്, വേദുവിന്റെ ഫ്ലോട്ടും ടോയ്സ് ഒക്കെ എടുത്ത്. അതാണ് ഈ വേദു ഡെയിലി പൂളിൽ ഭയങ്കര വിഷമമായി. മഴയോ വെയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ 1 മണിക്കൂർ വേദുവായിട്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഹൈഫൈ. വേദുവിന്റെ ടോയ് ഒക്കെ ഒലിച്ചുപോയി. അല്ല, ഇങ്ങനത്തെ 3 എണ്ണം 4 എണ്ണോ പറയാ. അതല്ല, ഇത് കിഡ്സ് പൂളല്ലേ? കിഡ്സ് ആണ്, പക്ഷെ എന്നാലും സോ ബിഗ്. നോ, അടിപൊളി. അത് ഈ ഒരു ആംബിയൻസ്, ചുറ്റും ചെടികളും, ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. അത്രേ പറയുള്ളൂ. മഴ തുടങ്ങി പ്രിയ, അപ്പൊ മഴയത്ത് മാറിക്കോ. ഞങ്ങൾ എന്തായാലും നനഞ്ഞാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഡാഡിയുടെ? നല്ല സുഖം കിടന്നപ്പോ. നല്ല സുഖം. ഇവിടെ തന്നെ കിടന്നുറങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ ഒരു വ്യൂവും കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കാം. എനിക്ക് കോഫി ടൈം ആയിട്ടാ. 6 മണി. നമുക്ക് നമ്മുടെ ബാൽക്കണി പോയിരുന്ന് കോഫി കുടിക്കാം. നമുക്ക് ആ ബീച്ച് സൈഡ് പോവാം. ബാൽക്കണി സംഭവം പ്രിയ, ഈവനിങ് ബീച്ചിനെക്കാട്ടി ബെറ്റർ ബാൽക്കണിയാണ്. ആണോ? കറക്റ്റ് 6 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങും. 1 hour. നമ്മൾ ബീച്ചിൽ ഇറങ്ങുന്നില്ല. ബീച്ചിൽ വേണ്ട, ബീച്ചിൽ നമ്മൾ കുറെ സ്ഥലത്ത് പോയതല്ലേ. ബീച്ചിൽ നോർമലാ. ആ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് ഒരു കോഫി കുടിച്ച് ചാരി കംഫർട്ടബിൾ ആയിരിക്കുന്നത്, അതാണ് സംഭവം. ഞങ്ങൾ പൂള് മാറിയതും മഴ പെയ്തു. പ്രിയൻ്റെ ആരെയൊക്കെ ബീച്ച് സൈഡിൽ വലിയ ആൾക്കാരെ പോയതാ. ആ സ്പീഡിൽ തന്നെ തിരിച്ച് ഓടുതാട്ടാ. നല്ല മഴ, പക്ഷെ നമുക്കൊരു വിഷയമല്ല, നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുമല്ലേ. പക്ഷെ ഇപ്പൊ നല്ല മഴയുണ്ട്. വേദു എന്ത് ചെയ്യും? മഴ വല്ല കാര്യമുണ്ടോ? ഡാഡി സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുമായിരുന്നു അല്ലേ? പ്രിയ വലിയ ആളെപ്പോലെ അവിടെ സൺസെറ്റ് കാണാൻ കൊണ്ടുപോയത്, അപ്പോഴേക്കും മഴ. ആ, അതാണ് ഇവിടുത്തെ പെട്ടെന്ന് നിൽക്കും, പെട്ടെന്ന് പെയ്യും. ആ, അതെ. ഇത് കണ്ട വേദുവിന്റെ പെർഫെക്റ്റ് പൂളാണ്. ഇത്രയും വലിയ പൂളിൽ വേദുവിന് എവിടെ വേണമെങ്കിലും ഓടാം. നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വേദുവിനെ വിടാം, കാരണം ഇത്രേ ഉള്ളൂ. പക്ഷെ കൂടെ എപ്പോഴും ഒരാൾ വേണേ. എന്നാലും ഞാൻ പറയാം, ഇത്രയും അടിപൊളി ഒരു സെറ്റപ്പ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എസ്പെഷ്യലി ഇത്രയും വലിയൊരു കിഡ്സ് പൂള്. സോ നൈസ്. ഇരിക്കാനൊക്കെ അവിടെ സ്ഥലങ്ങളും, നേരെ നമുക്ക് ഇവിടുന്ന് സൺസെറ്റും കാണാം. വാട്ട് മോർ ക്യാൻ യു ആസ്ക് ഫോർ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാണ്. ഐ ജസ്റ്റ് കാൻ എക്സ്പ്രസ് ഹൗ ഹാപ്പി ഐ ആം. എന്തൊരു ക്വാളിറ്റി അല്ലേ പ്രിയ? ജസ്റ്റ് എവറിത്തിങ് ഇസ് സോ നൈസ്. എവറി കോർണർ ടൈൽസും ലൈറ്റ് ഫിറ്റിങ്സും, ദീസ് ലൈറ്റ്സ് നൈറ്റ് എന്തായാലും കാണിച്ചു തരാം. ഇത് കണ്ട റൂമിൽ തണുപ്പ് കാരണം വെളിയിലത്തെ ഓ മൈ ഗോഡ് പ്രിയ, I thought I wanted to surprise you, പക്ഷെ I had surprised you and Vedu. ഇത് നോക്കിക്കേ, how cute is this? Avengersന്റെ കേക്ക്. അവർക്ക് എങ്ങനെ അറിയാം ഇവന് ഇഷ്ടമാണ്? എന്നോട് ചോദിച്ചു വെറുതെ what does it kid like എന്നൊക്കെ. അപ്പൊ ആയിട്ടുള്ള അവെഞ്ചേഴ്സ് ഫാൻ ആണ്. How sweet, thank you. I don't know if the management of Grand Hyatt watching this, but it means a lot. Thank you so much. Vedu, ഇത് എന്താ ഇത്? എല്ലാരും ഉണ്ടല്ലോ. ഓ പ്രിയ, മാക്രോൺസ്, ചോക്ലേറ്റ് കേക്ക്, സം ആപ്പിൾ ടാർട്ട്, അതല്ലാതെ ഉപ്പേരി. അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അതെങ്ങനെയാ വന്നതെന്ന് എനിക്ക് അറിയില്ല. ഉപ്പേരി, കാഷ്യൂ ആൻഡ് യുവർ ഫേവറേറ്റ്. ഇതെന്താ? മുറുക്ക്. ഓ, ഡാഡിയുടെ ഫേവറേറ്റ്. അതെ. പിന്നെ ഒരു വെൽക്കം, പേഴ്സണൽ വെൽക്കം ഉണ്ട്, ജാക്കോ ലെറൂ. So I think so he's a French or something, but thank you so much. Thank you so much for this. For the ഉപ്പേരി. ഒരാൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു. ഓ, ഡാഡി ഉപ്പേരി മുറുക്കൊക്കെ അവര് നമുക്ക് ഗിഫ്റ്റ് ആയി തന്നിരിക്കുന്നു. മഴയത്ത് ഡാഡി പറഞ്ഞതല്ലേ ഉള്ളൂ. ആ, അതവര് കേട്ടോ. ഷോ പ്രിയ, ഞാൻ ഇതിന്റെ ഒക്കെ ഫുഡ് റിവ്യൂ ഒറ്റയ്ക്ക് ചെയ്യണല്ലോ, മാക്രോൺസിന്റെ കേക്കിന്റെ ഒക്കെ. You are not eating no macarons, no? I am. What are you saying? അതാണ് ഉദ്ദേശിച്ചത്. ആ, അതാണ് ഉദ്ദേശിച്ചത്. മാക്രോൺ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് കോഫി കുടിക്കാതെ കഴിക്കാൻ പറ്റില്ല. കോഫിക്ക് മധുരം ഓ, ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് ക്രിസ്പി മാക്രോൺ വിത്ത് ലോട്ട് ഓഫ് ക്രീം ചീസ് ഫില്ലിംഗ്. കുറച്ചൊരു
ബട്ടറി, ഒരു വനില ബ്ലൂബെറി മിക്സ് പോലെയാണ്. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. പെർഫെക്റ്റ് മാക്രോൺ. ഒരു 1:1 റേഷ്യോയിലുള്ള ഫില്ലിങ്സ് ഒക്കെയാണ്. ഐ ലവ് ഇറ്റ്. ഓ മതി ഫുഡ് റിവ്യൂ ചെയ്തത്. അപ്പൊ ഈ മാക്രോണും കൂടെ ചെയ്യണ്ട? ഞാൻ വേണ്ട, ചെയ്തോളാം. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാം? ഉപ്പേരി എങ്ങനെയുണ്ട്? ഉപ്പേരി നല്ല വെരി ക്രിസ്പി. അയ്യോ, കോഫി എങ്ങനെയുണ്ട്? കോഫി ഈസ് ഓൾസോ നൈസ്. മുറുക്ക് എങ്ങനെയുണ്ട്? അതെ, നമ്മൾ കോഫി ഓർഡർ ചെയ്തല്ലേ ഡാഡി, ഇവിടെ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കിയത്. നല്ല കോഫി, നല്ല ചൂട്. അത് വെച്ച സാധനങ്ങളൊക്കെ നല്ല നെസ്കഫേയുടെ ഇത്, നല്ല അമൂൽ ഗോൾഡിന്റെ ക്രീമർ. മുറുക്ക് എങ്ങനെയുണ്ട്? മുറുക്ക് നല്ല സോഫ്റ്റ് മുറുക്ക്. ഗോവയില് അത് മഴയത്ത് കഴിക്കാൻ പറ്റിയത്. ആൻഡ് ഇവരിത് സൺസെറ്റും കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാണുന്നില്ല, ഒരെണ്ണം കാണുന്നില്ല, ഒരു കപ്പ് കേക്ക് കാണുന്നില്ല. ഏത് ഭയങ്കര കോമഡിയനെ വരുന്നുണ്ട് കേട്ടാ ഇവിടെ. യെസ് യെസ്. കപ്പ് കേക്ക് വേദുവിന് വേണ്ടിയാണെങ്കിലും എനിക്ക് എന്തായാലും ഒന്ന് നോക്കി പറയണല്ലോ. പക്ഷെ ഇതേ തൊടുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് സോ മോയ്സ്റ്റ്. ഇറ്റ്സ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആൻഡ് മൈ എന്ത് പറയാനാ, സന്തോഷം, വേറെ ഒന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. Extremely moist cake, not that sugary. Buttercream frosting is so tasty. ഒരു മെഗ്നോളിയ ബേക്കറിയുടെ ഒക്കെ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അവർക്ക് എങ്ങനെ അറിയാം? എനിക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് കോയിൻസിഡൻസ്. മലയാളീസ് ആയതുകൊണ്ട് കൊണ്ടായിരിക്കും. മലയാളികളുടെ മെയിൻ ആണല്ലോ. അതെ. See this attention to detail. ഇത് കണ്ടാൽ തന്നെ I feel it will be a chocolate chili cake. അതായിരിക്കും ചിലപ്പോൾ ചില്ലി വെച്ചിരിക്കാൻ. ടേസ്റ്റ് ചെയ്തിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഡാഡി പച്ചമുളക് എരിവുള്ളതായിരിക്കുമോ? പിന്നെ നല്ല എരിവുണ്ട്. കഴിക്കുമോ? എന്ത് പച്ചമുളക് എന്താ ഉള്ളത്? ഡാഡി കേക്ക് എടുക്കണ്ട, പച്ചമുളക് കഴിച്ചു. എന്താ എരിവുണ്ട്, പക്ഷെ എനിക്ക് ഓക്കെയാണ്. ഇനി ഞാൻ ഈ കേക്ക് നോക്കട്ടെ. Oh my god, പ്രിയ, ഇത് extremely high quality Belgium dark chocolate cake. Lot of dense cake with so much of chocolate inside. I bet you the melty the chocolate pool of atrayum chocolate aanu. The quality is outstanding. I want Priya to have a bite, but she won't have. Alla, After coffee. you'll have her, so I'll keep one bite there. And it I want to have that macarons I kept it there. ഇത് ഒരു ബൈറ്റ് കഴിയുമ്പോ then it gets spicy. ഉപ്പേരി ഫുൾ തീർത്തു. കണ്ട ഡാഡി ആ സ്വീറ്റ് എടുത്തോണ്ട് വന്നു. എന്താ കാരണം അറിയോ? ഡാഡിക്ക് എരിവ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് വലിയ മധുരമില്ല. ഡാഡി കഴിച്ച പ്ലം വിത്ത് സം ക്രീം ടാർട്ട് ഒക്കെയാണ്. ഞാൻ പൊളിച്ച് നല്ല ഫ്രഷ് ആയി. ഒരുപാട് പേര് പറയാറുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഒരുപാടല്ല, കുറച്ച് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇപ്പോൾ US-ലും അവിടെയൊക്കെ ഉള്ളവർ മെസ്സേജ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്, വി ആർ യൂസ് ടു സീയിങ് ഓൾ ദിസ്. പക്ഷെ ഞാൻ ബ്ലോഗ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം നമ്മളെ കാട്ടി 10 ഇരട്ടി ബെറ്റർ പ്രോപ്പർട്ടീസിലും ഫുഡും കഴിക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് ഇതൊന്നും ഒരിക്കലും കാണാത്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാണാത്തും എക്സ്പീരിയൻസും ചെയ്യാത്ത ആൾക്കാരാണ്. സോ രണ്ടുപേർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ്. ചിലർക്ക് ബുഫേ പോലും എന്താണെന്ന് അറിയാത്ത വ്യൂവേഴ്സും ഉണ്ട്. സോ മാക്സിമം രണ്ടുപേർക്കും എൻജോയ് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ചെറിയ കാര്യം പറയാം, ഹയാത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇത്രയും ക്ലാസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യത്തിലും നമുക്ക് ആ ലക്ഷറി അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഹെയർ ഡ്രയർ അവർ ഇതുപോലത്തെ ഒരു ട്രീയിലായിരിക്കും വെക്കുന്നത്. ആൾക്കാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയി തോന്നില്ല, പക്ഷേ ഓൾ ദിസ് ഷോസ് ദാറ്റ് ദി കെയർ, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ ടവലിൻ്റെ ഒക്കെ ഫാബ്രിക്സ് സോ സോഫ്റ്റ്, സോ കംഫർട്ടബിൾ. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഷാമ്പു കൊണ്ടുവരാൻ മറന്നുപോയി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കിഡ്സിൻ്റെ ഷാമ്പു എത്തിക്കുവാണ് അങ്ങോട്ട് റൂമിലേക്ക്, നോട്ട് ചാർജബിൾ. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലാണ് ശരിക്കും നമുക്ക് ഈ എക്സ്ട്രാ പേ ചെയ്യുമ്പോൾ ലക്ഷറി കിട്ടുന്നത്. അല്ലാതെ ഒരു വലിയ റൂം ആയതുകൊണ്ടോ അതല്ല വേണ്ടത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ അറ്റൻഷൻ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ദേ വാല്യൂ ദ കസ്റ്റമേഴ്സ് ദാറ്റ് മച്ച്. അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ടോട്ടൽ വേർത്ത് ആയിട്ട് തോന്നുന്നത്. ആൻഡ് ഐ എം സ്റ്റിൽ ലൈക്ക് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തും ഇവിടുത്തെ ഇപ്പം ഗോവയിലെയും ആ സമയത്ത് ധർമ്മശാലയിലെ ഇത് മൂന്നും ഗ്രാൻഡ് ഹയാത്ത്സ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത പ്രോപ്പർട്ടീസാണ്. കണ്ണടച്ച് പേഴ്സണലായിട്ട് എപ്പോൾ വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. ഫുഡിൻ്റെ കാര്യത്തിലും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷേ ധർമ്മശാലയിലെയും കൊച്ചിയിലെയും ഫുഡും അടിപൊളിയാണ്. ഇനി ഇവിടുത്തെ ഫുഡും കൂടെ ഇന്ന് രാത്രി പോയി ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ രാത്രി ഇപ്പം നമ്മൾ ഡിന്നറിന് പോവാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്ക്, നല്ല ഭംഗിയിലാടി.
അതെ പ്രിയ കുളിക്കാൻ കയറിയിട്ട് എന്തായി? കുളിക്കാൻ കയറിയിട്ട് 7:30 മണിക്ക് കയറിയിട്ട് 9 മണിക്ക് ഇറങ്ങിയത്. 9 മണിയൊന്നും ആയില്ല. നോക്ക് 9:05. ഞാൻ വന്ന് ചോദിച്ചപ്പോ നീ മണി 7:30 ആയുള്ളൂ, ഇപ്പോഴും എന്തിനാ പോതെന്ന് അടിയായി മുട്ടനടി ആസ് യൂഷ്വൽ. പ്രിയ എപ്പോൾ കുളിക്കാൻ കയറിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ ഡാഡി അല്ലെങ്കിൽ ഇന്ദ്രേട്ടൻ അല്ലെങ്കിൽ പാത്തുന്ന അച്ഛൻ ആരെങ്കിലുമായിട്ട് അടിയായിരിക്കും എപ്പോഴും. അപ്പോൾ ഇവിടുത്തെ അടുത്തൊരു അടിപൊളി കാണുമ്പോൾ ബഗ്ഗി വരും. നമ്മൾ ബഗ്ഗിയിൽ ഡിന്നർ കഴിക്കാൻ പോവാണ്. തിരിച്ച് നമ്മൾ മെയിൻ ബിൽഡിംഗ് വന്നു. ഇവിടെയാണ് റെസ്റ്റോറൻ്റ് ഒക്കെ. ഇതൊക്കെ വെച്ചിരിക്കുന്നത് നോക്ക്, ഒരു പൂക്കളം പോലെ ഇല്ലേ, എന്ത് രസമാണ്. ഇത് അവരുടെ കോഫി ഷോപ്പാണ്, പക്ഷേ കഫറ്റീരിയ, പക്ഷേ ഇറ്റ്സ് ക്ലോസ് നൗ. ഇവിടെ കോഫി, പേസ്ട്രീസ്, എവറിത്തിങ് യുൽ ഗെറ്റ്. ആംബിയൻസ് നോക്ക്. ഡൈനിങ് റൂം എന്നാണ് പേര്. ബുഫേ ഉണ്ട്, പക്ഷേ ബുഫേ വേണ്ട, ഇറ്റ് വിൽ ബി ടു മച്ച് ഫോർ us. വിൽ ഓർഡർ സംതിങ് നൈസ്. നീ കണ്ടിട്ട് ബുഫേ വേണമെന്ന് പറയരുത്. പ്രിയ സ്റ്റാർട്ടേഴ്സ് ചെറിയ പ്രോൺസ് വന്നിരിക്കുന്നു. പ്രിയ മാസ്കായി എന്ത് വലുതാ നോക്കിക്കേ. ഹാവ് യു സീൻ സച്ച്? ഡാഡി നോക്ക്, തന്തൂരി പ്രോൺസ്. ഇതിനി യുദ്ധം ആവോ? അത് ഇത് പ്രശ്നം എന്താണെന്നറിയോ, 4 എണ്ണമായിട്ട് അവർ തന്നിരിക്കുക. അതാണ് പ്രശ്നം കേട്ടാ. അല്ല ഡാഡി, വേദുവിനും അനുവിനും പ്രിയക്കും കൂടെ കൊടുക്കും ഓരോന്നോരോ. വേദു കഴിക്കില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? ഒരെണ്ണം അല്ല, ഒന്ന് ചെറുതാണ്. എല്ലാം സെയിം. അത് ചരിഞ്ഞു പോയതാ, ഇത് വലുതാ. ആര് കഴിക്കും ഒരെണ്ണം എക്സ്ട്രാ? ടോസ് ഇട്ടിട്ട് ആർക്കാ കിട്ടുന്നതെന്ന് നോക്കാം. പ്രോൺസിൽ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, സോസ് ഒന്നും. ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ എന്ത് സൈസും അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും. സോ ബിഗ് ആൻഡ് ലുക്ക് സോ ജ്യൂസി. Perfectly marinated, spicy, huge, juicy, delicious goodness of prawns. Absolutely wonderful. എങ്ങനെയുണ്ട് പ്രോൺസ്? ഒന്നും പറയാനില്ല. ഡാഡി കഴിച്ചില്ലേ? നോക്കിയിരിക്കുകയാണോ? ഭയങ്കര ടേസ്റ്റ്. സച്ച് എ ഹ്യൂജ് പ്രോൺസ്. ഇത് ഇവരുടെ ഈ പ്രോൺസ് നോക്കട്ടെ. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസ് പ്രോൺസ് ആണ്. ഇത് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ഗരം മസാല ഒക്കെ വെച്ച് ഉണ്ടാക്കിയ പ്രോൺസ് ആണ്. പ്രോൺസ് സോ ഫ്രഷ് ആൻഡ് ഡെലിഷ്യസ്. ഈ പ്രോൺസിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് എന്ന് തന്നെ ഇപ്പൊ ഇൻഗ്രീഡിയന്റ് ഇറ്റ്സെൽഫ് ഇസ് ഗുഡ് ആൻഡ് ഫ്രഷ്. ഓൾമോസ്റ്റ് 3/4 ഓഫ് ദ വർക്ക് ഇസ് ഡൺ. അതിലൂടെ എന്ത് ഇട്ടിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്താലും സംഭവം അടിപൊളിയായിരിക്കും. വെറും സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ഇട്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വേദുവിന്റെ പാസ്ത വന്നിട്ടുണ്ട്. എന്റെ സാധനം എന്തായിരിക്കും എപ്പ പറയാം. ക്രേവിംഗ് ഹ്യൂജ് ക്രേവിംഗ്. ഇതായിരുന്നു എന്റെ ക്രേവിംഗ്, എക്സ്ട്രീം ക്രേവിംഗ്. ഇതെന്താണെന്നറിയോ? പോർക്ക് ബേക്കൺ ബീഫ് ബർഗർ വിത്ത് സം ഫ്രഷ്ലി മെൽറ്റഡ് ചീസ്. അതിന്റെ മുകളിൽ പിക്കിൾസ്. ഓപ്പൺ ബർഗർ ആണ്. പിക്കിൾസ്, ബർഗേഴ്സ്, അണിയൻസ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടൊമാറ്റോസ് ഇൻ മൈ ബർഗർ. സോ ഇറ്റ്സ് ലൈക്ക് ഓപ്പൺ ബർഗർ. അത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ലെറ്റ് മീ ജസ്റ്റ് എൻജോയ് ദിസ്. ഇത് എനിക്ക് റിവ്യൂ ഒന്നും പറയാൻ പറ്റും. ഇറ്റ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ജസ്റ്റ് സീ ദിസ്. ഇത് ചീസ് മെൽറ്റ് ചെയ്ത് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്ലൈസ് മറ്റേ കമേഴ്ഷ്യൽ ചീസ് അല്ല. ഇത് ഏതോ ഇമ്പോർട്ടഡ് ചീസ് ആണ്. ഇറ്റ്സ് ആർട്ടിസൺ ചീസ് പോലത്തെ. എല്ലാ സൈഡിൽ നിന്നും ചീസ് മെൽറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിയ നോക്ക്. ഓ, ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി സോ ഗുഡ്. സം പോക്കി ഗുഡ്നെസ് ആൻഡ് ബീഫ് ആൻഡ് ഒന്ന് കഴിക്കട്ടെ. The burgers extremely delicious, fresh grounded meat. Cheese is not that salty. Crispy onions, some nice pickles, salty bacon. So much happiness and enjoyment in this one bite. Okay guys, appa nalla oru ദിവസമായിരുന്നു. Simple but
വെരി സാറ്റിസ്ഫൈയിങ് ഡേ. നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, പൂൾ ഏരിയ ഒക്കെ അടച്ചുപോയി. പറ്റുമെങ്കിൽ നാളെ കാണിക്കാം, ഉറപ്പില്ല. കാരണം നാളെ രാവിലെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ബാക്ക് ടു കൊച്ചിൻ, അത് വയ ബാംഗ്ലൂരാണ്. അതൊന്നും ബ്ലോഗ് ചെയ്യുന്നില്ല. അപ്പോൾ എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചായിരിക്കും ബ്ലോഗിൻ്റെ അവസാനം. സോ ജസ്റ്റ് പറഞ്ഞു വെച്ചേക്കാം, ഗ്രാൻഡ് ഹയാത്ത് ഗോവ വണ്ടർഫുൾ, ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ പ്രോപ്പർട്ടി. ആൻഡ് ഇനിയും കുറേ ഡിഫറെൻറ്റ് വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.